ഇടക്കൊച്ചിയിൽ വനിതകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിൽ രൂപം കൊണ്ട റിതം കണ്ണങ്ങാട്ട് കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഒന്നാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അഖില കേരള കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. കണ്ണങ്ങാട്ട് ദേവസ്വം പ്രസിഡന്റ് പി സൂയൻസ്, ദേവസ്വം മാനേജർ ബാബു അരയന്തറ എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അമ്മമാരും കുട്ടികളും തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിപ്പോ തുടങ്ങി ഒന്നാമത് വാർഷികത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ഇപ്പൊ 16 ടീമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് ചാലക്കുടി എന്നുള്ള ടീം വരെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 16 ടീമിന്റെ ഇപ്പൊ 9 ടീമിന്റെ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് 10,000 രൂപ, സെക്കൻഡ് പ്രൈസ് 5,001, തേർഡ് പ്രൈസ് 3,001. അങ്ങനെ ഒരു പരിപാടി നമുക്ക് വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. അതിന്റെ എല്ലാ കണ്ണങ്ങാട്ട് ദേവസ്വം, KDPY ദേവസ്വം അവരെല്ലാവരും ഫുൾ സപ്പോർട്ട്, പിന്നെ നാട്ടുകാരാണെങ്കിൽ എല്ലാം ഫുൾ സപ്പോർട്ട്. നമ്മള് 14 ടീമിലാണ് നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു 21 അംഗങ്ങളായിട്ട് എത്തി നിൽക്കുന്നത്. 16 കൈകൊട്ടിക്കളി സംഘങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികൾക്ക് കൊച്ചി നഗരസഭാ കൗൺസിലർ ജീജ ടെൻസൺ, തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ASI ഉത്തംകുമാർ, ബാലകൃഷ്ണൻ പനങ്ങാട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റിതം കണ്ണങ്ങാട്ട് പ്രസിഡന്റ് മിൻഫി സുജിത്, സെക്രട്ടറി സുനിത വിജയരാജ്, വൈസ് പ്രസിഡന്റ് ഷാരി സുമേഷ്, ജോയിന്റ് സെക്രട്ടറി ആർദ്ര രാജ്, ഖജാൻജി ലിനി സേവ്യർ, സുനി രമണൻ, ശിശിര രാകേഷ്, ലീബ സുജേഷ്, വിഷ്ണുപ്രിയ, അഞ്ജു വിപിൻ, ജിസ്ന ഉണ്ണിമായ തുടങ്ങിയവർ നേതൃത്വം നൽകി. പടിഞ്ഞാറൻ കൊച്ചിയിൽ ആദ്യമായി സംഘടിപ്പിച്ച അഖില കേരള കൈകൊട്ടിക്കളി മത്സരം ഏറ്റവും മനോഹരമായിരുന്നു. കാണികൾക്കെല്ലാം ആവേശം നൽകിക്കൊണ്ടാണ് കൈകൊട്ടിക്കളി മത്സരം ഇടക്കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.